റെജി ലൂക്കോസ്, എന്തായാലും CPM വിട്ടത് നന്നായി എന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പതനമൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും, എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും റെജി ലൂക്കോസ്? നോക്കൂ റെജി, ഇവിടെ ജി സുധാകരനെയും അതുപോലെ വി കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും ഒക്കെ വർഗവഞ്ചകർ എന്നാണ് വിളിക്കുന്നത്. അവരാണ് കുലം കുത്തികൾ, അങ്ങനെയാണ് വിളിച്ച് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പല പാർട്ടി ഗ്രാമങ്ങളിലും അതിൻ്റെ മുകൾ തട്ടിലിരിക്കുന്നവർ ആ പ്രാദേശിക നേതാക്കന്മാരെ വിളിച്ച് വിരട്ടുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, വധഭീഷണി പോലും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഇൻസിഡൻ്റാണ് ഞാൻ പറഞ്ഞത്. TI മധുസൂദൻ അവിടുത്തെ ഏരിയ സെക്രട്ടറിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. നോക്കൂ, ഇതിനെല്ലാം ഉത്തരവാദി പിണറായി വിജയൻ എന്നൊരൊറ്റ വ്യക്തിയാണ് എന്ന് ഈ പാർട്ടിയിൽ ബുദ്ധിയും ബോധവും ഉള്ളവർ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോഴും ആ തിരിച്ചറിവ് തലപ്പത്തിരിക്കുന്നവർക്ക് ഇല്ല. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണം, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു പാർട്ടി ഇപ്പോഴും പഠിക്കുന്നില്ല. ഇനി അഥവാ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാലും തിരിച്ചുവരവിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് റെജി ലൂക്കോസ്? അരുന്നമ്പിയാറെ, അവസാനം പറഞ്ഞാൽ ആദ്യം എന്നോട് പറയാം. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് തുടരണമെന്ന് പറഞ്ഞത് ആ പാർട്ടിയിൽ ഇനിയും തങ്ങൾ അപമാനിതരാതിരിക്കാൻ, നാണം കെടാതിരിക്കാൻ ഇദ്ദേഹത്തിനെ തന്നെ ആ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് തന്നെ അവർ നിർദ്ദേശിച്ചെന്നുള്ളതാണ് വസ്തുത. കാരണം CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അകന്നിട്ട് കുറേ നാളുകളായി. ആശയപരമായിട്ടും മറ്റെല്ലാ കാര്യത്തിലും ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കച്ചവടക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും പിരിവുകാരുടെയും പാർട്ടിയായിട്ട് മാറി. 35 വർഷക്കാലം ഇതിനോടൊപ്പം സഞ്ചരിക്കുകയും 8 വർഷക്കാലം പാർട്ടി മെമ്പറായിരിക്കുന്ന എനിക്കൊക്കെ അത് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ ഇവരുടെ അടുത്തൊക്കെ പലതവണ ഇതിന് താക്കീത് കൊടുത്തിട്ടുണ്ട്. നമ്മളാരും ഇവരുടെ ചെലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല. പക്ഷേ ഇവർ മാറാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ നമുക്കൊരു ചിന്ത മനസ്സിൽ ഉടലെടുത്തു. ഈ ആശയപരമായി ദാരിദ്ര്യമായിരിക്കുന്ന ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞ് ഈ പ്രസ്ഥാനത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രണ്ടാമത്തെ മുഖ്യ കാരണമെന്ന് പറയുന്നത് ദേശീയതലത്തിൽ ഈ രാജ്യം നേടിയിരിക്കുന്ന നേട്ടങ്ങൾ വിദേശത്തുള്ള മലയാളികളും അവരുമായിട്ട് സമ്പാദിക്കുമ്പോഴും ഞാൻ വിദേശത്ത് യാത്ര ചെയ്യുമ്പോഴും ഈ രാജ്യം നേടിയെടുത്ത 10-11 വർഷം കൊണ്ട് നേടിയെടുത്ത വൻപൻ കുതിപ്പ്, 4ാം സ്ഥാനമൊക്കെ കാണുമ്പോൾ ഒരു തെറ്റായ പാർട്ടിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയാണ് സംസാരിക്കണം എന്നുള്ളവർ കുറേ നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നെങ്കിലും കുറേ നാളുകളായിട്ട് തന്നെ ആ ചിന്തയുണ്ടായിരുന്നു. ശ്രദ്ധിച്ചാൽ അറിയാം, ശബരിമല വിഷയത്തിലൊക്കെ ഞാൻ ഈ പാർട്ടിയുടെ നേതാക്കന്മാരെയും ഇവരുടെ ഈ പറയുന്ന പത്മകുമാർ സഹിതമുള്ളവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട ഒരാൾ ഞാനാണ്. അതുപോലെ തന്നെ വഖഫ് നിയമത്തിൽ നമ്മൾ തന്നെ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. ആ നിയമത്തിനെതിരെ ശക്തമായ രീതിയിൽ ആദ്യമായിട്ട് ഇടതുപക്ഷത്തു നിന്ന് സംസാരിക്കാൻ വന്നത് ഞാനാണ്. എനിക്കതിന് ഈ പാർട്ടിയിൽ നിന്ന് താക്കീതും കിട്ടി. ഞാൻ അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം ലോകത്തിലെ ഏറ്റവും കിരാത നിയമങ്ങളിലൊന്നായിരുന്നു വഖഫ് നിയമം. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ ശരിക്കും വീക്ഷിച്ചാൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെ വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം 2016 അധികാരത്തിലേറുന്നതിന് വേണ്ടി എൻ്റേതായ രീതിയിലുള്ള ചില സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ ചർച്ചയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം തുടങ്ങിയ വ്യക്തിയിൽ വന്ന മാറ്റം, നിങ്ങൾ പോൾ പോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ റുമേനിയയിലെ ചെഷസ്ക്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റാലിനിൽ നിന്നും ഹിറ്റ്ലറിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? അവരെയൊക്കെ ജനാധിപത്യത്തിൽ വന്നതിന് ശേഷം ജനിച്ച് നമ്മളെപ്പോലുള്ളവരൊക്കെ വായിച്ചും കേട്ടും അറിഞ്ഞിരിക്കുന്നത്. ഇതേതായാലും നമ്മുടെ നാട്ടിലുണ്ടാകുന്നില്ല എന്നൊരു ആശ്വാസം നമുക്കുണ്ടായിരുന്നു. കാരണം ഇന്ത്യ ഒരു കരുത്തുറ്റ ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യത്തിലുള്ള രാജ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഞാൻ അത്രയ്ക്കും ഉദാഹരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിനെ ആ രീതിയിൽ മാറ്റിയെടുക്കുന്നതിൽ ഈ പാർട്ടി പ്രവർത്തകർക്ക്, ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വലിയ പങ്കുണ്ട്. അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ എന്തെങ്കിലും പുഴുക്കുത്തുകളുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പിൽ കേരളത്തിൽ ഒരു നല്ലൊരു ശതമാനം ആളുകളെ ഈ പോൾ വോട്ടും ഒക്കെ പോലെ വെടിവെച്ച് കൊന്നല്ലേ അതാണല്ലോ ജനാധിപത്യപരമായ രീതിയിൽ കറുത്ത കൊടി വീശിയവരെ താഴെ ഇറങ്ങി വന്ന് ചെടിച്ചട്ടി കൊണ്ട് അംഗരക്ഷകർ പോലും തല്ലിച്ചതച്ചത്. അതിന് രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട മുഖ്യമന്ത്രി വസ്തുത കേരളത്തിലെ ജനങ്ങളിൽ നിന്നും വിദൂരമായിട്ട് അകലുമായിരുന്നു. എനിക്കതിനോട് അദ്ദേഹത്തിനോട് ഇപ്പോഴും റെസ്പെക്റ്റ് ഉണ്ട്. 10 വർഷം നമ്മളെ ഭരിച്ച ഒരാളാണ്. എനിക്ക് ചർച്ച വേറൊരു കാര്യം പറയാനുണ്ട്, സാന്ദർഭികമായിട്ട് പറയാം. ഇവിടെ എന്നോടൊപ്പം പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഉടക്കിനോട് ചർച്ചയിലെങ്കിലും ഈ ഷാജഹാൻ സാറിനെ പോലുള്ളവരൊക്കെ കഴിഞ്ഞ 10 വർഷം 2 തവണ പോലീസ് അതിക്രമത്തിനും അറസ്റ്റിനും ഒക്കെ വിധേയരായിട്ട് പോലും അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യുന്നുള്ളൂ. ജനാധിപത്യത്തിൻ്റെ തരിമ്പും ബഹുമാനമില്ലാതെ അദ്ദേഹത്തിനൊക്കെ വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കുലുങ്ങാതെ കണ്ട് ഈ പറയുന്ന പ്രവൃത്തിഹീന, അതായത് അവരുടെ കയ്യിലിരിപ്പിനെ എന്താ പറയുക, സധൈര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഈ മനുഷ്യർക്ക് വലിയ പങ്കുണ്ട്. എന്നെ ചെറിയൊരു ശതമാനം പോലെ ഇവരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത്,
CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ശിവശങ്കർ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സുഹൃത്ത് CPM വേണ്ടി സംസാരിക്കുന്ന അദ്ദേഹം രവിശങ്കർ ഈ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഞാൻ അയാളെ ആക്ഷേപിക്കുന്നതിന് സ്വഭാവക്കാരനല്ല. അത് പോലത്തിനെ പോലുള്ളവർ ഇപ്പോഴും ഈ രീതിയിൽ സംസാരിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളവരും അദ്ദേഹത്തിന് ബോധ്യമായിട്ടില്ല. അതാണ് ഇതിന് ഏറ്റവും ഒരു സങ്കടകരമായ കാര്യം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ ജനങ്ങളല്ലേ വോട്ട് ചെയ്ത്, ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ നിന്ന് വന്നല്ലോ ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. കേരളത്തിലെ ജനങ്ങളാണ് വോട്ട് ചെയ്ത്. അതിൽ നല്ലൊരു ശതമാനം CPM-കാരും ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ പാർട്ടി വഴിതെറ്റിപ്പോയി ഒരു ഏകാധിപതിയെ ചുമന്നുകൊണ്ടുപോയി ഒരു ഏകാധിപത്യത്തിൻ്റെ എല്ലാ ചേരുവകളും ചേർന്നൊരു ഭരണം ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും ദുർഗതിയിലൂടെ അനുഭവിച്ചത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളാണ്. ജ്യോതിബാസു ഭരിച്ച 34 വർഷത്തോളം, അതിൽ 30 കൊല്ലം അത് തന്നെ ഭരിച്ചത്. 34 വർഷം പിന്നെ ബംഗാളിൽ അങ്ങനെ ഒരു ഭരണം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് അവരിൽ ബുദ്ധദേവ ഭട്ടാചാര്യ ജ്യോതിബാസുവും ഒരു ഏകാധിപതിയുടെ ശൈലി പുറമേ എങ്കിലും എടുത്തിട്ടില്ല. അതൊരു സത്യസന്ധമായ കാര്യങ്ങളാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ വായിൽ വന്ന ധിക്കാരമായ ഭാഷയും മനുഷ്യനോട് സമ്പാദിക്കുന്നതിൽ വന്ന അദ്ദേഹത്തിൻ്റെ വളരെ മോശമായുള്ള ശൈലിയും വീട്ടിൽ പോയി സംസാരിക്കെ കടക്കു പുറത്തെ അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ പരതാറി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നത് കേരളത്തിലെ വിവേകശാലികളായ വിദ്യാസമ്പന്നരായ ജനങ്ങൾക്ക് അത് സഹിച്ചോളൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മിഥ്യാധാരണയാണ് ഈ പാർട്ടി ഇത്രയ്ക്കും ദയനീയമായിട്ട് പരാജയപ്പെടാൻ കാരണം. ഞാനൊരു ഉദാഹരണം പറയാം. G. സുധാകരൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയം, ഞാൻ BJP-യുടെ ഔദ്യോഗിക വക്താവാണ്. ഞാൻ അത് അഭിമാനത്തോടെ അത് ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, G. സുധാകരൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തോട് 3 വേദിയിൽ ഒന്നിച്ച് അദ്ദേഹത്തിനോട് പങ്കെടുത്തിട്ടുണ്ട് ഞാൻ CPM-ൽ ഇരുന്നപ്പോൾ. ആ മനുഷ്യനെ ഈ മുഖ്യമന്ത്രി വിളിച്ച ഒരു വാക്കുണ്ട്, ചെറ്റയെന്ന് അല്ലെ ചെറ്റത്തരുത്. അതായത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന അല്ലെ ഏറ്റവും കൂടുതൽ പിന്നെ ഈ പാർട്ടിക്ക് അഭിമാനത്തോട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു നേതാവാണ്. അഴിമതിയുടെ ഒരു അകന്ന ബന്ധം പോലും കാണിക്കാത്ത മനുഷ്യനാണ് ഈ G. സുധാകരൻ. ആ മനുഷ്യനെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞതും അവിടുത്തെ ഇപ്പോൾ നിലവിൽ MLA സാർ നഷ്ടപ്പെടുന്ന ആ വ്യക്തി ആ G. സുധാകരനെ വിശേഷിപ്പിച്ച വാക്കുകൾ, ഈ സജി ചെറിയാൻ വിശേഷിപ്പിച്ച വാക്കുകളൊക്കെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവർ വിചാരിച്ചെന്താ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ഞങ്ങളോടൊപ്പം നിൽക്കും. അപ്പോൾ എന്താണ് സംഭവം? 18,000 വോട്ടിന് അദ്ദേഹം ജയിച്ചത്. ഞാൻ പയ്യന്നൂരിലെ BJP-യുടെ കലാശക്കൂട്ടിൻ്റെ ഞാനാണ് അവിടെ ഉദ്ഘാടനത്തിന് പോയത്. അന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ കേട്ട പ്രിയപ്പെട്ട BJP-യുടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടത്, ഞാൻ പയ്യന്നൂർ നേരത്തെ ഒത്തിരി യാത്രകളുണ്ട്, എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. 10 മണി കഴിഞ്ഞാൽ അവിടെ ബൂത്തിൽ പോലും ഇരിക്കാൻ പറ്റത്തില്ല ആർക്കും, ഇവരൊഴിച്ച് വേറെ ആർക്കും. അതുപോലെ തന്നെ പിന്നെ പ്രിയപ്പെട്ട BJP-യുടെ പിന്നെ സുഹൃത്തുക്കൾക്ക് 2-3 പേരിൽ ഒന്നിച്ചേ പോകാൻ പറ്റുന്നുണ്ട്. ഇവർ ഏത് സമയത്തും ആക്രമിക്കും, വീട്ടിൽ കയറി ആക്രമിക്കും, തീ വെക്കും, വാഹനങ്ങൾ കുഞ്ഞുങ്ങളുള്ള വീടിൻ്റെ ഫ്രണ്ടിൽ പോലും ഉമാര് ബോംബ് വെക്കും. അതിലൊക്കെ ഹീനമായ പ്രവൃത്തി കേരള അറപ്പോട് കേൾക്കുന്നതാണ്. കുടിവെള്ളത്തിൽ മനുഷ്യബലം കലക്കും. ഇതൊക്കെയാണ് ഇവരുടെ വിനോദങ്ങൾ. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ജയിച്ചെങ്കിൽ ഈ പാർട്ടി ഇനി കേരളത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അതായത് പയ്യന്നൂർ എന്ന് പറഞ്ഞ നിയോജകമണ്ഡലത്തിൽ തളിപ്പറമ്പിലും എനിക്കിന്ന് എൻ്റെ ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ചെറുപ്പക്കാരൻ ഇന്ന് എനിക്കൊരു ഒരു മെസ്സേജ് അയച്ചു. ഞാനത് അനിൽ നമ്പ്യാർ അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്. എന്താ അറിയോ, ഞങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ട് ഓരോ വീടുകളിൽ പോയി, ഞങ്ങൾ കുറേ ആളുകൾ, ഞാനൊഴിച്ച് വേറെ ഒരാൾ പോലും ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത ഗതികേടിലാണല്ലോ എന്നോർത്ത് എനിക്ക് ചിരി വരുന്നു. അതായത് ആ ചെറുപ്പക്കാരെ പോലും വോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഭയന്നിട്ടാണ് ഇവരോടൊപ്പം അവർ സഞ്ചരിക്കാൻ തുടങ്ങിയത് വോട്ട് ചോദിച്ചുകൊണ്ട്. ഇനി ഇവർക്ക് തോന്നുന്നുണ്ടോ തളിപ്പറമ്പിലല്ല, പയ്യന്നൂരില്ല, കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും സ്വാതന്ത്ര്യത്തോടുകൂടി ജനാധിപത്യ അവകാശത്തോട് സഞ്ചരിക്കാനായിട്ട് ഒരു വീണ്ടെടുപ്പാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ കോട്ടയം ജില്ലയിലെ തിരുവനന്തപുരത്തോ തൃശ്ശൂർ വലിഞ്ഞോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്കൊക്കെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനുള്ള ചെറിയൊരു അവകാശമുണ്ട്. ചെറുതല്ല, വലിയ അവകാശങ്ങളുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ല കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കണ്ണൂർ ജില്ലയിൽ സ്വാതന്ത്ര്യത്തോട് ജനാധിപത്യ അവകാശത്തോട് വാക്ക് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ആൾ അങ്ങേരുടെ പത്രസമ്മേളനത്തിലൂടെ അങ്ങേരെ വിളിച്ചു പോയി എന്താ വി ഉണ്ണികൃഷ്ണൻ താക്കീത് കൊടുത്തു. ഒന്ന് ആലോചിക്കണേ, ജനാധിപത്യ സംസ്ഥാനമായ കേരളത്തിൽ ആ മനുഷ്യർ അതായത് ഒരു രക്തസാക്ഷിയുടെ വേണ്ടി പിരിച്ച കോടിക്കണക്കിന് രൂപ മുക്കിയ ഒരു MLA-ക്ക് വേണ്ടി 8 വർഷം ഇതിനു വേണ്ടി ആ പാർട്ടിക്കുള്ളിൽ ഫൈറ്റ് ചെയ്തിട്ടും സഹികെട്ട ആ മനുഷ്യനത് പുറത്ത് പറഞ്ഞപ്പോൾ ഈ ജില്ലാ സെക്രട്ടറി എന്താ പറഞ്ഞു നടന്നത്? ഒരു പത്രസമ്മേളനത്തിൽ താക്കീത് കൊടുത്താൽ ഇനി വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ഇത് എന്നുള്ളതാണ് ആ വെല്ലുവിളി. ആ വെല്ലുവിളി പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെ പോലുള്ള ജനങ്ങൾ ഏറ്റെടുത്തെങ്കിൽ ഞാൻ പറയുന്നു CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഒരു കാരണവശാലും തിരിച്ചു വരാൻ പറ്റത്തില്ല. അതിൽ യാതൊരു തർക്കമില്ല. കാര്യത്തിൽ CPM-ൻ്റെ അണികൾ
യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് ശരിക്കും പറഞ്ഞത് ഇവരെ തോപ്പിച്ച് കളഞ്ഞത്, ഇവരെ പരാജയപ്പെടുത്തിയത്. കാരണം എന്താ, ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഇപ്പോൾ രണ്ടാം ഭരണം എങ്ങനെയാണ് വന്നത് എനിക്കറിയാം. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എത്രയോ വർഷം 13-14 വർഷം ഈ ചാനലുകളൊക്കെ എന്നുകൊണ്ട് ന്യായീകരിച്ച ഒരാളാണ്. പലപ്പോഴും കുറ്റവാദങ്ങൾ തോന്നാറുണ്ട്. കോവിഡ്, നിങ്ങൾക്കറിയാം, കോവിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന സമയത്ത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൗരാവകാശങ്ങൾ ലംഘിച്ച ഭരണകൂടം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകൂടമാണ്. അന്ന് നമ്മളൊക്കെ വിചാരിച്ചു നല്ലതാണല്ലോ, പടരുമല്ലോ. പക്ഷേ ഒരു ചെറുപ്പക്കാരനോ ഒരു ഏതെങ്കിലും മനുഷ്യനോ വീടിൻ്റെ മുറ്റത്തിറങ്ങിയാൽ പോലീസ് അടിക്കുമായിരുന്നു. അതായത് അധികാരം എന്ന് പറയുന്നതിൻ്റെ ധാർഷ്ട്യം ഉത്തരകൊറിയയെ പോലെ പ്രയോഗിക്കാൻ അവസരം കിട്ടിയതാണ് ഈ കോവിഡിൻ്റെ കാലത്ത്. ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുക. ഞാൻ തന്നെ ഒരു ഓസ്ട്രേലിയ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേ ക്വാറന്റൈനിൽ കയറി. ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എനിക്കിട്ട് നോക്കി. എന്നെ കണ്ടപ്പോഴത്തേക്കും മാറിപ്പോയി. എൻ്റെ മോൻ വീടിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു മെയിൻ റോഡ് സൈഡിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അലറിക്ക് വീടിനകത്ത് കയറാൻ പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ കോവിഡിലെ ഏറ്റവും കൂടുതൽ പൗരാവകാശ ലംഘനം നടന്ന കേരളത്തിലാണ്. എന്നാൽ കോവിഡിന് ഇവർ പറയുന്ന സംരക്ഷണമൊക്കെ ഉണ്ട്, നമ്മളൊക്കെ വിശ്വസിച്ചു. പക്ഷേ അനിൽ നമ്പ്യാരെ, ഇന്ത്യയിൽ ശരാശരി ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കോവിഡിൽ ആളുകൾ മരിച്ചത് കേരളത്തിലാണ്. ഇവർ മറച്ചു വെച്ചു. എന്നിട്ട് ഇവർ യു പിനെയും മറ്റ് സംസ്ഥാനങ്ങളും ഇവർ പഴിചാരി. ലോകത്തിൽ ഏറ്റവും കൂടുതലും ശരാശരി വെച്ച് നോക്കുകയാണെങ്കിൽ അല്ല, ഇതൊക്കെ കേരളം അറിയണം, തിരിച്ചറിയണം. ഇതിൻ്റെ ഡേറ്റ വരെ പുറത്തു വന്നു. ഈ ഭരണകൂടം നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷക്കാലം ഇവർ പറഞ്ഞു നടന്നത് എന്താണ്? മലയാളിയുടെ വിവേകത്തെ, അഭിമാനബോധത്തെ ഇവർ ചോദ്യം ചെയ്ത് 2 വാക്കുകളുണ്ട്. വികസനം കൊണ്ടുവന്നു, ലോകത്തിന് മുമ്പിൽ അഭിമാനിക്കാവുന്ന ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും മറ്റ് റോഡ് വികസനവും തങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞോളൂ. പച്ചക്കള്ളം. മലയാളിയെ ഇതുപോലെ ആക്ഷേപിച്ചൊരു കാര്യം. ഈ 70-75 വർഷക്കാലം ഈ കേരളം രൂപീകരിച്ചതിന് ശേഷം വഴിയുണ്ടാക്കിയത് ഞങ്ങൾ വന്നതിന് ശേഷം എന്ന് പറയുകയും ലോകത്തിലെ ഏറ്റവും ഒന്നാം നിരയിലുള്ള ആരോഗ്യമേഖല തങ്ങളുടേതാണെന്ന് പറയുകയും ചെയ്ത പച്ച നുണ. അതിനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും ഒരു കാര്യം ഉറപ്പായി പറയാം, ഒരു ഡോക്ടറെ കാണുന്നതിന് ഇച്ചിരി താമസമുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഒരൊറ്റ കാര്യമുള്ളൂ, ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്തിനാണ് ചികിത്സിക്കാൻ വിദേശത്ത് പോണേ? എന്തിനാണ് ചികിത്സിക്കാൻ പോകണം? ഇവർക്ക് ഇവിടെ ചികിത്സിക്കാൻ മേലെ? ഇവരെന്തിനാണ് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്? സത്യത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് കുറേ കെട്ടിടങ്ങൾ പണിതെന്നല്ലാതെ കണ്ട് ഇത്രയ്ക്കും അധപ്പതിച്ചൊരു ആരോഗ്യരംഗം ഈ ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. ഇനി രണ്ടാമത്, അതിദാരിദ്ര്യം മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മനുഷ്യനെ അപമാനിച്ചു. അതിദാരിദ്ര്യാവസ്ഥയില്ലാത്തൊരു ഒറ്റ രാജ്യവും ഈ ലോകത്തിലില്ല. ദാരിദ്ര്യ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ലോകത്താണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം. നിങ്ങളിപ്പോൾ ക്യൂബയിലേക്കല്ലേ, അവിടെ കറണ്ടില്ല. കഴിഞ്ഞ 22 ദിവസമായിട്ട് അവിടെ കറണ്ടില്ല. അവിടെ റോഡിൽ വാഹനങ്ങൾ ഓടുന്നില്ല. ആധുനികപരമായിട്ട് ഒരു സംവിധാനവും ഇൻ്റർനെറ്റും ഇല്ല ക്യൂബയിൽ. അവിടെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. ഉത്തരകൊറിയയുടെ ഉദാഹരണം പറയും. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. ഞാനെന്തുകൊണ്ടാണ് ചെഷസ്ക്യൂവിൻ്റെ ഉദാഹരണം ഇവിടെ ഉദ്ധരിച്ചത്? ചെഷസ്ക്യൂവിനെ പോലുള്ള ഒരു ക്രൂരനായ നീതനായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഭരണമൊഴിഞ്ഞപ്പോൾ അയാളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ സാധനങ്ങൾ എന്തറിയോ? 680 കിലോ സ്വർണം. അയാളുടെ ഭാര്യ ഉപയോഗിച്ചിരുന്നത് എന്താ? സ്വർണ്ണച്ചെരുപ്പ്. നാളുകളിൽ കേരളത്തിലും ഇപ്പോൾ അധികാരത്തിലിരുന്നവർ ഇവരെക്കുറിച്ച് ഒരു റെയ്ഡോ ഒരു അന്വേഷണം നടത്തണമെന്ന് ഞാൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെടുക. കാരണം കൊള്ള സംഘമാണ് കേരളത്തെ ഭരിച്ചത്. താഴേക്കടയിലുള്ള ലോക്കൽ കമ്മിറ്റി മുതൽ അങ്ങോട്ടുള്ള ചോദിച്ചോളൂ. അല്ല, വേണ്ടി വരും, റെയ്ഡ് വേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഒരു വാചോടെ പറയട്ടെ. നിങ്ങൾക്കറിയാൻ മേലായിട്ട് ഞാനൊക്കെ അല്ല, റെയ്ഡ് നടത്തണം. ഇവരുടെ എല്ലാവരുടെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരുടെ സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം. എനിക്കൊക്കെ നേരിട്ട് ഞാൻ ഇവർക്കൊക്കെ താക്കീത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്നുള്ളവരും. നിങ്ങൾക്കറിയാമോ, കൊള്ളാവുന്നവരെ, വിദ്യാസമ്പന്നരായിട്ടുള്ളവരെ, 4 വാക്ക് പറയുന്നവർ ഒറ്റ സഖാവിനെയും ലോക്കൽ കമ്മിറ്റി പോലും ഇവർ എടുക്കത്തില്ല. എന്താ കാരണം? ഇവരുടെ കൊള്ളയ്ക്കും ധാർഷ്ട്യത്തിനും പിരിവിനും പിടിച്ചു വരയ്ക്കും അവർ ചോദ്യം ചെയ്യുന്നുള്ള ഭയത്തിൽ. ഒന്നിനും കൊള്ളാത്ത, സംസ്കാരം പോലും ഇല്ലാത്ത, നിലവാരമില്ലാത്തവന്മാരുടെ ഒരു കൂട്ടമാണ് ഈ പറയുന്ന കമ്മിറ്റികളിൽ മുകളിലിരിക്കുന്നവർ. ഞാൻ ഈ ചാനലിനോട് ലോകത്തോട് വിളിച്ചു പറയുക, എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. അവരെ പോലുള്ളവരാണ് ഈ താഴെ വന്നിട്ട് തൊഴിലാളി മഹത്വവും മുതലാളിത്തത്തിനെതിരെയും ബൂർഷ്വാകൾക്കെതിരെയും സാമ്രാജ്യത്തിനെതിരെയും സംസാരിച്ച് പഴകി ദ്രവിച്ച് 10-60 വർഷങ്ങൾക്ക് മുമ്പേ പ്രയോഗിച്ചിരുന്ന ചില വാക്കുകളും പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട സഖാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് അനുസരണം കാണിച്ചത്. എന്നാൽ ഞാൻ പറയുന്നു, ഉത്തരവാദിത്തത്തോട് ഞാൻ പറയുന്നു, ഇന്ന് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ചെറുപ്പക്കാരില്ല. ഈ കഴിഞ്ഞ 8 ദിവസം പുറത്തു വന്നൊരു സർവേയിൽ, ഒരു ദേശീയ മാധ്യമം കൊടുത്ത സർവേയിൽ എന്താ? കേരളത്തിലെ CPM-ന്റെ 61% ചെറുപ്പക്കാരും CPM-ൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വിദ്യാഭ്യാസം നടത്താനുള്ള സൗകര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ ചെറുപ്പക്കാരെന്തിനാ കഷ്ടപ്പെട്ടും പാർട്ട് ടൈം ജോലിയും ചെയ്ത് വിദേശത്തേക്ക് പോയി ജീവിക്കുന്നത്? ഇവിടെ അവസരങ്ങളില്ല, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇല്ല.
ഇവരെന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? BJP വിരോധം പറഞ്ഞ്, കേന്ദ്ര സർക്കാരിൻ്റെ വിരോധം പറഞ്ഞ് ഇവിടെ കബളിപ്പിക്കുകയും കാപട്യം നടത്തുകയും ചെയ്തത്. ഒരു കാര്യത്തോടെ നമ്പിയാരെ ഞാൻ പറയാം. അമേരിക്ക തെമ്മാടി രാജ്യം എന്ന് പറഞ്ഞു വിശേഷിപ്പിച്ച് ഒരു വിദ്വാൻ ഒരു ആധുനിക സൈദ്ധാന്തികൻ പോസ്റ്റ് ഇട്ടു. അതുകൂടെ വളരെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഈ സൈദ്ധാന്തികൻ അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഭാര്യ സഹിതം ദിവസങ്ങളോട് അമേരിക്കയിലുണ്ടായിരുന്നു. അമേരിക്കയിൽ രഹസ്യ സന്ദർശനമായിരുന്നു. സംശയമുണ്ട് അയാളുടെ പാസ്പോർട്ട് എടുത്ത് നോക്കട്ടെ. ഞാൻ പറയുന്നു, ഇത് ഞാൻ വേറൊരു ചാനലിൽ പറഞ്ഞതാ. അയാളുടെ ചിത്രങ്ങൾ സഹിതം എൻ്റെ അടുത്തുണ്ട്, ചിത്രങ്ങൾ സഹിതം. കാരണം ഞാൻ അമേരിക്ക ജീവിക്കുന്നതാണ്, പലപ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നു, പലപ്പോഴും യാത്ര ചെയ്ത സുഹൃത്തുക്കളാണ്. ഇന്ന് അവിടെയൊക്കെയുള്ള CPM അനുഭാവികൾ മുഴുവൻ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കപട സൈദ്ധാന്തികരെയും പച്ച നുണ പറയുന്നവരും ഈ പാവപ്പെട്ട സഖാക്കളെ സൂചിപ്പിക്കാൻ അവരൊക്കെ പറയുന്ന ചില വാക്കുകൾ ഇപ്പം ഞാൻ പറയാം. ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന ഒരു പരിണതപ്രത്തിൽ നിന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുക. കാരണം എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു ഒറ്റ വാക്ക് മതി ഈ പാർട്ടി എന്തായിരുന്നെന്ന് പറയാൻ. എനിക്ക് തോന്നുന്നു ഷാജഹാൻ സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞ പത്രസമ്മേളനത്തിൽ ഒരു വാക്ക് കേട്ട ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടത്തില്ല. ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ട് എന്താ പറയുകയോ, താഴേക്കടയിലുള്ള പാർട്ടി പ്രവർത്തകരെ അവർക്ക് സ്വാതന്ത്ര്യത്തോടും ധൈര്യപൂർവ്വം അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കുന്നു. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? സ്വതന്ത്ര ജനാധിപത്യ സംസ്ഥാനമായ കേരളത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു വാക്ക് പോലും സ്വതന്ത്രമായിട്ടോ ഭയപ്പെടാതെയോ പറയാനുള്ള അവകാശം ഇതുവരെ ഇല്ലായിരുന്നു. അവർ ഇനി കൊടുക്കുന്നു. അത് തുറന്നു സംബന്ധിച്ചിരിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ്. അതിലപ്പുറം ഒരു അപമാനം ഈ പാർട്ടിക്ക് എനിക്ക് ഉണ്ടോ? കേരളത്തിലെ ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയല്ലേ? ഞങ്ങളൊക്കെ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞപ്പോൾ പലരും ഒന്ന് തെറി വിളിച്ചു. ഇപ്പം ആ മനുഷ്യൻ തന്നെ പറയുക, സ്വതന്ത്രമായിട്ട് ധൈര്യപൂർവ്വം അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുക്കുമെന്ന് ഇനി നാളെ മുതൽ. അപ്പം ഇതുവരെ ഈ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയിരിക്കുന്നവരാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റി പോലും ഇരുന്ന് കഴിഞ്ഞാൽ ഈ മോളിലുള്ളവരൊന്ന് കാല് വെച്ച് വെല്ലുവിളി ഭാഷയിൽ ഈ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അടിമകളോട് പോലും കാണിക്കുന്ന മര്യാദ പോലും ഇവർ കാണിക്കത്തില്ലായിരുന്നു. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ആ രാഷ്ട്രീയ പ്രധാന പ്രിയപ്പെട്ട ശിവശങ്കർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സുഹൃത്ത്, ഞാൻ പറയുന്നു, നിങ്ങളുടെ പാർട്ടി ഇനി കേരളത്തിൽ 1% പോലും വളരത്തില്ല. കേരളത്തിൽ ഇനി അതെ ശിവശങ്കർ, അദ്ദേഹത്തിനുള്ള പേര് മറന്ന് വിഷമിക്കണം. കേരളത്തിൽ ഇനി 2 മുന്നണിയിലേ ഉള്ളൂ. ഒറ്റ വാചകം പറഞ്ഞ് നിർത്തിക്കോളാം. അത് ദേശീയ ജനാധിപത്യ ഐക്യവും UDF മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. നെവർ കം ബാക്ക് അഗൈൻ. ഓക്കെ